ഹലോ വെൽക്കം ടു ടേസ്റ്റ് ഓഫ് ലവ്. സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലഡൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മളുടെ ഡയറ്റ്. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡയറ്റിംഗ് ഒക്കെ ബോറടിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, പക്ഷെ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് പാഴ്സ്ലി കുറച്ച് വേണം, പിന്നെ ഒരു ടൊമാറ്റോ, സിട്രസ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ചെറിയ പകുതി. പിന്നെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ്. ഇത് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് എല്ലാ വെജിറ്റബിൾസും നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അതിന് ശേഷം നല്ല ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാഴ്സ്ലിയുടെ ഈ അരികുവശം ഉണ്ടാവും, അറ്റം, അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. സാലഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഓരോ കട്ടിങ് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലെ നമുക്ക് കടിക്കുമ്പോൾ തോന്നും. അപ്പോൾ നമുക്ക് നോക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ട്, ഭയങ്കര ചെറുതായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. സാലഡിൻ്റെ ചോപ്പറൊക്കെ ഉള്ളവർക്ക് അതിനകത്ത് വെച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക ചെറുതായിട്ട്. അപ്പം ഞാൻ അവിടെ നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് പൊടി പൊടിയായിട്ട് എടുക്കുകയാണ് ഈ ഒരു ലീഫ്. തക്കാളി ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പൊടി പൊടിയായിട്ട് അരിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഈ ഒരു സാലഡിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ആ ഒരു കട്ടിങ്ങിലാണ് വരുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കട്ട് ചെയ്യേണ്ടത് സിട്രസ്സാണ്. ആ സിട്രസ് ഇതുപോലെ എടുത്തിട്ട് രണ്ട് ഹാഫാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. സിട്രസ് ഇപ്പോൾ തൊലി കളഞ്ഞിട്ട് ഈ ഒരു സൈസിലായിട്ട് കട്ട് ചെയ്യുക. ഒരുപാട് ചെറുതാക്കേണ്ട, ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സിട്രസ് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ലെമണ് രണ്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് സാലഡിൻ്റെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ ഏതൊരു ഫുഡും കുറച്ചൊന്ന് ഗാർണിഷൊക്കെ ചെയ്യുമ്പോഴല്ലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ലെമൺ ഇതിലേക്ക് കുറച്ച് ഹാഫായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ലെമണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ലൈമല്ല. അപ്പോൾ സാധാരണ ചെറുനാരങ്ങ ഉള്ളവർക്ക് അതായാലും യൂസ് ചെയ്താൽ മതി. ഇതിവിടെ കിട്ടുന്ന നാരങ്ങ ഇങ്ങനത്തെ കുറച്ച് വലിയ ടൈപ്പ് നാരങ്ങയാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ ചെറിയൊരു പകുതിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്കൊരു കുറച്ച് ഉപ്പ്, ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഒരു ഹാഫ് ടീസ്പൂണൊക്കെ മതിയായിരിക്കും, അത്ര ഉപ്പ് മതിയായിരിക്കും. പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവ് ആണെന്ന് തോന്നിയാൽ മാത്രം വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉപ്പ് മാക്സിമം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഈ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു തക്കാളിയും പിന്നെ പാഴ്സ്ലിയും കൂടിയിട്ട് രണ്ടായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സലാഡൊന്ന് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഞാനൊരു ചെറിയ ബൗൾ, ഇതുപോലത്തെ ഒരു ലഞ്ച് ബോക്സിൻ്റെ ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാനിങ്ങനെ സലാഡ് ആദ്യം ഇപ്പം നമ്മൾ ഈ പാഴ്സ്ലിയും അതുപോലെ തന്നെ തക്കാളിയും കൂടി മിക്സാക്കി വെച്ചത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് മുഴുവൻ നിറച്ച് വെച്ച് കൊടുക്കുകയാണ്. അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇതുപോലെ ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് കഴിക്കാം സലാഡ് ഡ്രസ്സിങ് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടൊരു സലാഡൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്യണത്. നിർബന്ധമൊന്നുമില്ല, അതല്ല ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പം ഞാനിതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യണത്. അപ്പോൾ ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും പാഴ്സ്ലിയും കൂടിയിട്ട് ഇതിൻ്റെ ഈ ബൗളിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ടത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് മുഴുവൻ താഴ്ഭാഗത്ത് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സിട്രസ് ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പില്ലാണ്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയൊരു പ്ലേറ്റ് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതെങ്ങനെ എടുക്കുമ്പോൾ, സലാഡ് എടുക്കുമ്പോൾ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അതല്ലാതെ താഴത്തേക്ക് വന്നോളും. അപ്പോൾ അതിനൊരു ഷേപ്പ് ഉണ്ടായിരിക്കും. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചെടുക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എനിക്ക് പുളിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കാരണം ഞാൻ കുറച്ച് അധികം ഒഴിച്ചെടുക്കുന്നുണ്ട്. അധികം പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരുപാട് ഒഴിച്ചെടുക്കണ്ട, കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. ഒരു 1 ടീസ്പൂണ് ഒക്കെ അത്രയൊക്കെ ഒഴിച്ചെടുത്താൽ മതി. കാരണം ഇതിനകത്ത് ഒരുപാട് ഈ സിട്രസിൻ്റെയും ആ ഒരു ഫ്ലേവർ വരുന്ന കാരണം തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലെമണിൻ്റെ പീസ് വെച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.